പല തവണ പല രീതിയിൽ പല ആളുകളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, ടീച്ചേഴ്സിൽ നിന്ന്, ഇതുപോലുള്ള മോട്ടിവേറ്റേഴ്സിൽ നിന്ന്, ബാക്കിയുള്ള ആളുകളിൽ നിന്ന് സ്ഥിരമായി ആത്മീയത വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റം വരും. പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആത്മീയതയെ മതവുമായിട്ട് കലർത്തി. അങ്ങനെ വന്നപ്പോ ഒരു മതവിശ്വാസിക്ക് വേറൊരു മതവിശ്വാസിയുടെ ആത്മീയത അക്സെപ്റ്റബിൾ അല്ല. അപ്പൊ പൊതുവായി എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആത്മീയതയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, ഞാനത് ചോദിക്കട്ടെ, അവിടെ അതുകൊണ്ട് ചോദ്യം വരുമ്പോൾ അവിടെ കറപ്ഷൻ ഉണ്ട്. കറപ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും തെറ്റിദ്ധരിക്ക് പഠിക്കുന്നതാണ്. ഇപ്പൊ ഒരു ആത്മീയത എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് ഒരു സ്പിരിച്വൽ എന്ന് പറയുമ്പം ആദ്യം നമ്മളെ ചിന്തയിൽ വരുന്നത് മതമാണ്. കാര്യം മതമാണ് ഇത് മുന്നോട്ട് വെച്ചതെന്നുള്ള, അല്ലെങ്കിൽ അതൊന്നും അല്ല. ഒരാളൊരു ഏതെങ്കിലും ഒരു ധർമ്മബോധത്തോടി അല്ലെങ്കിൽ ഒരു ലക്ഷ്യബോധത്തോടി ജീവിക്കുമ്പോൾ സ്വാഭാവികമായി ഒരു സ്പിരിച്വൽ ഇഫക്റ്റ് ആ വ്യക്തിക്ക് ഉണ്ടാവും. പക്ഷെ അത് അയാളൊരു ഏതെങ്കിലും മതവിശ്വാസി ആയതുകൊണ്ട് അതൊരു മതമാണ്, മതത്തിൽ നിന്നാണ്, അല്ലെ മതമാണ് അതിന്റെ ഒരു എന്താ പറയുന്നത് മുന്നോട്ട് വെച്ച ദർശനം എന്നതാണ് പൊതുവെ ഈ ആധുനിക കാലഘട്ടം തെറ്റിദ്ധരിക്കപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് അതാണ്. ഈ ആത്മീയത എന്ന് പറയുന്നത് മതമായിട്ട് ബന്ധമില്ലാത്ത സാധനം. മതം പിന്നീടല്ലേ ഉണ്ടായത്. ആത്മീയതയാണല്ലോ ആദ്യം, സ്പിരിച്വൽ മനുഷ്യരാണല്ലോ ആദ്യം ഉണ്ടായത്, പിന്നീടാണല്ലോ മതം ഉണ്ടായത്, അല്ലേ? അങ്ങനെയല്ലേ? ഇത് യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ, ഓരോ മതത്തിന്റെയും കാഴ്ചപ്പാടും വ്യത്യസ്തമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കോമൺ ആയി എല്ലാവർക്കും പറ്റുന്നത് ആത്മീയത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആത്മാവിനെ സംഭവിക്കുന്ന, ഇപ്പൊ നമ്മുടെ ശരീരവും ആത്മാവും ഇത് രണ്ടും അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി. അപ്പൊ പിന്നെ ആ വിഷയങ്ങളെല്ലാം അങ്ങ് മാറിക്കോളും. അത് ഓരോ മതത്തിലും വ്യത്യസ്ത സങ്കല്പങ്ങളില്ല. പക്ഷെ നമ്മളൊരു മനുഷ്യനാണോ, നമുക്കൊരു ആത്മാവ് കൊണ്ട് നമുക്കൊരു ശരീരം ഉണ്ടെന്ന് വെക്കുക, ഈ ആത്മാവിനെ സംബന്ധിച്ച വിഷയങ്ങളിൽ നമ്മൾ ബോധേടാവണം. നമ്മൾ ശരീരത്തിനെ സംബന്ധിച്ച വിഷയത്തിൽ ബോധേടായതുകൊണ്ട് ആ ലഹരിക്ക് പിന്നാലെ പോയത്. ഇതേ അവസ്ഥ ആത്മാവിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ആത്മാവിന് ഈ ലഹരിയുടെ ആവശ്യമില്ല. ആത്മാവിന് മറ്റൊരു ലഹരിയായിരുന്നു ആവശ്യം. അത് നമ്മുടെ ശരീരത്തിന് ദോഷം വരാത്ത ലഹരിയാണ് ആത്മാവിന് ആവശ്യം. കാരണം ശരീരം ദോഷം വരുംതോറും ആത്മാവിനെ അത് ബാധിക്കുകയാണ്. കാരണം മനുഷ്യൻ നിരാശയിലേക്ക് പോവാണ്, അവന്റെ ജീവിത ലക്ഷ്യം മറന്നു പോവാണ്. പിന്നെ അവന് ദൈവചിന്ത എന്നല്ല, അവന് ഈ ലോകത്തുള്ള ഒരു വസ്തുക്കളെ കുറിച്ച് ചിന്തയില്ല. ഇതേ മനുഷ്യൻ തെളിവുകൾ ആധാരമാക്കി ദൈവത്തിനെ ഡീൽ ചെയ്യാൻ നോക്കുന്നു, ദൈവിക ചിന്തയെ ഡീൽ ചെയ്യാൻ നോക്കുന്നു. ഇതേ മനുഷ്യനെ എന്തുകൊണ്ട് തെളിവിനെ ആധാരമാക്കി ഈ മയക്കുമരുന്നുകളും ഇതുപോലെയുള്ള ദോഷങ്ങളെ കുറിച്ച് ചിന്തിക്കാത്തത്? അത് ചിന്തിക്കുന്നില്ലല്ലോ. അതെ, ഇതിന്റെ എവിഡൻസ് ഉള്ള സാധനം ദോഷമാണെന്ന് എഴുതി വെച്ചിരിക്കുന്ന സാധനം ചിന്തിക്കുപോലും ചെയ്യാതെ അതിനെ സന്തോഷത്തോടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടോ ദൈവത്തിനെയും ദൈവിക ചിന്തകളെയും ഒക്കെ കൂടെ തെളിവും നോക്കി അതിന് എന്ത് സത്യമാണോ കള്ളമാണോ ഇതിനെ കീറി മുറിച്ച് പരിശോധിച്ച് എടുക്കാനല്ല ഉപേക്ഷിക്കാൻ നോക്കുക. അല്ല, വേറെ പല ഭാഗങ്ങളിൽ നിന്നും ചില സംശയം എന്നല്ല, ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പലരും. അതായത് നമ്മളെ പിന്നെ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇപ്പൊ തന്നെ രാസലഹരിയുടെ ഉപയോഗം. രാസലഹരി എന്ന് പറഞ്ഞപ്പം ചില പുകയില ഉൽപ്പന്നങ്ങൾ കേരളത്തിന് പുറത്തല്ല, തമിഴ്നാട്ടിൽ മറ്റുള്ള എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. പക്ഷെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രാസലഹരി കടത്തിക്കൊണ്ട് വരുന്നത്, ഉപയോഗിക്കുന്നത്. അപ്പൊ ചില മേഖലകളിൽ നിന്ന് വരുന്ന ചില സംശയങ്ങൾ അത് തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല, തെളിവില്ലാതെ അവർ അന്തരീക്ഷത്തിലെടുത്ത് പറയുന്നതാണ്. അതായത് കേരളത്തിലെ വളർന്നു വരുന്ന പുതിയ തലമുറയെ നശിപ്പിക്കാൻ ഒരു അന്തർദേശീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വിറ്റഴിക്കപ്പെടുന്നത് എന്നിങ്ങനെ പറയുന്നത്. അതിൽ എത്രത്തോളം കാരണം എന്താന്ന് പറഞ്ഞാൽ കേരളം എന്നൊരു സൊസൈറ്റി ഒന്നും ലോകത്തിന് മുമ്പിൽ വലിയ ഗൗരവമുള്ള സംഭവമല്ല. ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന ഒരു ബിസിനസ് ആയിട്ടാണ് ഈ സാധനത്തെ വെച്ചിരിക്കുന്നത്. കാരണം അവര് ബിസിനസ് ആണ്, നല്ലൊരു കമ്പോളം. പിന്നെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് കേരളം. ഇതൊരു പ്രൊഡക്ഷൻ സെന്റർ ഒന്നും അല്ല, ഇതൊരു ഡെവലപ്പിംഗ് സെന്ററും അല്ല. ഇത് ശരിക്കും അനുദിനം മുരടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെന്ററാണ്. കാരണം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബിസിനസ്സുകാരും ആകെ വിഷമത്തിലായിക്കൊണ്ടിരിക്കുക അനുദിനം. അപ്പൊ നമുക്ക് ഓരോ സിറ്റികളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം ബിസിനസ് 40 to 60% ഒക്കെ ഡൗൺ ആകുക. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം മയക്കുമരുന്നൊന്നും അല്ല. അതിന്റെ കാരണം പൊതുവെ കേരളീയ സമൂഹം എന്താ പറയാ കൺസ്യൂമർഷിപ്പ് വളരെ താഴ്ന്നു പോവുക. കാരണം എന്താണെന്ന് വെച്ചാൽ പേടിയാണ്, നാളത്തെ കുറിച്ചുള്ള പേടി കൂടിയിരിക്കുക. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ കയ്യിലുള്ള പണം ചെലവഴിക്കാതെ അത് ഏതെങ്കിലും വസ്തുക്കളിലാക്കി സൂക്ഷിച്ച് അസറ്റാക്കി മക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഈ പരിശ്രമത്തിന്റെ ഇടയിലെ മക്കളെ മറന്നുപോയി ഇവര്. അതുകൊണ്ട് എന്ത് വന്നു, മക്കൾ ഇത് നശിപ്പിക്കാനുള്ള വഴിയിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇപ്പൊ സൊസൈറ്റിയില് മക്കളുടെ അടുക്കല് ആവശ്യങ്ങൾ കൂടി, അവർക്ക് അതിനുള്ള പണം സോഴ്സ് ഒന്നുമില്ല. അവര് കച്ചവടത്തിൽ നിന്നോ മറ്റു രീതിയിലോ ഇവർക്ക് എക്സ്ട്രാ പൈസ കൊടുക്കാനായിട്ട് പേരൻസിനും ഇല്ല. അപ്പൊ മക്കൾ എന്ത് ചെയ്തു, സ്വയം
പൈസ സമ്പാദിക്കാനുള്ള വഴി തേടി. അങ്ങനെ വന്നപ്പോ ഏറ്റവും എളുപ്പം പ്രോഫിറ്റ് കിട്ടുന്ന ബെനിഫിറ്റ് കിട്ടുന്ന ബിസിനസ് ആണ് ഡ്രഗ്സിന്റെ ബിസിനസ്. അതിലേക്ക് അങ്ങ് നീങ്ങി. ഇതാണ് സംഭവം. നാച്ചുറലി കുട്ടികൾ ബിസിനസ്സിലേക്ക് നീങ്ങിയപ്പോ ഡ്രഗ് കാരിയേഴ്സും ഡ്രഗ് സപ്ലയേഴ്സും കുട്ടികളായി. ആ കുട്ടികൾക്ക് പണം വന്നു. കുട്ടികൾക്ക് അതിന് പകരം കമ്മീഷൻ പോലും ആവശ്യമില്ല. അവർക്ക് ഉപയോഗിക്കാനുള്ള സാധനം മതി. ഇത് കൊടുക്കാനുള്ള ആളുകൾക്ക്, ബിസിനസ്സുകാർക്ക് ലാഭമായി. അങ്ങനെ വലിയ വലിയ ബിസിനസ്സുകൾ ചെറിയ ചെറിയ കമ്മീഷനിലും ഓഫറുകളിലുമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഇതന്ന് വ്യാപകമായി. ഞാനൊന്ന് ചോദിക്കട്ടെ, ഡോക്ടറെ ഇപ്പം ഇത്രയും 28 വർഷമായി ഡോക്ടർ ഈ രംഗത്ത് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇത്ര നാളത്തെ അനുഭവങ്ങളെ വെച്ചിട്ട് പിന്നെ ഏതൊക്കെ പ്രായത്തിലുള്ളവരാണ് ഡോക്ടർ മുന്നിൽ പിന്നെ? അതായത് ഞാൻ അത്ഭുതത്തോടെ കാണുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ബിഫോർ 3 years, ഒരു 3 വർഷത്തിന് മുമ്പ് ഇൻ ബിറ്റ്വീൻ 20 to 40 ആയിരുന്നു ഇത്തരം പ്രശ്നങ്ങളിലേക്കൊക്കെ നീങ്ങുന്നത്. ഇപ്പോ അത്ഭുതമാണ്, ബിലോ 20 ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. ഫ്രം 12 വയസ്സ് മുതൽ ഡ്രഗ്സിന്റെ മേഖലകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. 12 വയസ്സ്. അത് 5ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുന്ന പിള്ളേര് ചൂയിങ്ങ പോലെ ഒരു സാധനം, കൂൾ ടിപ്പ് എന്ന് പറയുന്ന സാധനം നാവിന്റെ ഇടയിൽ വളരെ അവൈലബിൾ ആണ് ഇപ്പൊ എല്ലായിടത്തും. അത് ഉപയോഗിച്ചാണ് സ്കൂളുകളിൽ ഈ പണി തുടങ്ങുന്നത്. ഇത് തുടങ്ങി ഇത് വെച്ച് ഒരു ചെറിയ തരിപ്പ് അവർക്ക് അനുഭവപ്പെടുമെന്നാ പറയും. അതിന്റെ ഒരു സുഖത്തിൽ ഇങ്ങനെ തുടങ്ങി 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 അതിന്റെ ഓരോ സ്റ്റാൻഡേർഡ് മാറുകയാണ്. അങ്ങനെ മാറിയാണ് ഈ MDMA ഒക്കെ പിന്നീട് വന്ന് കയറുന്നത് ഈസി ആയിട്ടാ. കാരണം ഇതാ സംഭവം. അപ്പൊ ഇതിന്റെ ബിസിനസ് കൊച്ചു കുട്ടികൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്. 4ാം ക്ലാസ്സുകാരനെയും 5ാം ക്ലാസ്സുകാരനെയും ഒക്കെ ബാഗ് പരിശോധിക്കുന്നത് നിർബന്ധമാക്കിയിരിക്കുക. പല സ്കൂളുകളിലും ഞാൻ ക്ലാസ് കൊടുക്കുമ്പോൾ പറഞ്ഞു നിൽക്കുന്ന കാര്യം ഇതാ: നിങ്ങളുടെ കുട്ടികളെ വരുമ്പോ ബാഗ് പരിശോധിക്കണം. കാരണം ആ ബാഗിനുള്ളിൽ ഇതിന്റെ കവറോ ഇതിന്റെ ഇതോ ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോണം. കുട്ടി തനിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഓവറായി സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചോണം. ഈ അശ്രദ്ധ, പേരൻസിന്റെ അശ്രദ്ധ, ഉത്തരവാദിത്തമില്ലായ്മ, ഇത് വലിയ അപകടമായിട്ടാണ് ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 12 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ളവരിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ. നമ്മളിപ്പം രക്ഷകർത്താക്കൾ ഇതിനെ കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകണം എന്നുള്ളതിനെ കുറിച്ച് ഡോക്ടർ പറയുകയുണ്ടായി. പുതുതലമുറയോട് ഇതിപ്പം ചിലപ്പോൾ ഉപയോഗിക്കുന്നവരൊരു ചുരുക്കമാണ്, പക്ഷെ എങ്കിലും ഉപയോഗിക്കുന്ന ധാരാളം പേരുണ്ട്. നാളെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്, അല്ലേ? എല്ലാരും ഉപയോഗിക്കുന്ന ഒരു രസമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിപ്പോ എന്നെ പോലെ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി, അങ്ങനെ ആഗ്രഹമുള്ള പ്രകടിപ്പിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹമുള്ള മനസ്സുള്ളവരോട് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ആഗ്രഹത്തെ നിങ്ങൾ ഒഴിവാക്കാൻ പരിശ്രമിക്കും. കാരണം എന്താ വെച്ചാൽ, ഒരു തിന്മ ആഗ്രഹിക്കുന്നത് ചീത്ത മനസ്സാണ്, ഒരു നന്മ ആഗ്രഹിക്കുന്നതാണ് നല്ല മനസ്സ്. നിങ്ങൾ സ്വയം ഇതിൽ നിന്ന് ഒഴിവാകുകയും ഇതിൽപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താനും ഒരു നല്ല മൂവ്മെന്റ് നിങ്ങളായിട്ട് ചെയ്താൽ അത് നിങ്ങളുടെ നല്ല മനസ്സാണ്. ഇതുപോലെ സമൂഹത്തിൽ നല്ല മനസ്സുകളെയാണ് ഇപ്പൊ ആവശ്യമുള്ളത്. നമ്മൾ പറയല്ലോ, സുമനസ്സുകൾ, നന്മ മരങ്ങൾ. ഇത് വേണം. ഇത് വെറും രോഗത്തിന് ചികിത്സിക്കാനുള്ളവരല്ല. ഇത് ഈ രോഗമുണ്ടാവാതെ, സമൂഹം പതറാതെ, തകരാതെ നല്ലൊരു ഭാവി, നല്ലൊരു അവസ്ഥ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാട്ടിനും ഓരോ വീടുകളിലും ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ അവസ്ഥ. കാരണം എത്രയോ ഉമ്മമാർ, എത്രയോ മാതാപിതാക്കൾ കരഞ്ഞ് അവരുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇപ്പൊ എത്രയോ പേര് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇല്ല ഡോക്ടറെ, ഞങ്ങൾ ആത്മഹത്യ ചെയ്യാതെ അല്ല വഴിയില്ല. എന്നാന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ മുഴുവൻ തീർന്നു. അവരുടെ പ്രതീക്ഷ അവരുടെ മക്കളായിരുന്നു. പക്ഷെ ആ മക്കൾ അവരുടെ കൈവിട്ടു പോയി. സ്ഥിരമായ വ്യഭിചാരം, സ്ഥിരമായ തെറ്റുകൾ, ഇത് ഒരു മടിയുമില്ലാതെ, ലജ്ജയുമില്ലാതെ സ്വന്തം മാതാവിന്റെ മുമ്പിൽ ധൈര്യമായിട്ട് വിളിച്ചു പറയുന്ന പെൺകുട്ടികൾ. ഇന്ന് ആൺകുട്ടികളെക്കാൾ അപകടത്തിൽ പെൺകുട്ടികളാണ്. പെൺകുട്ടികളാണ് ഏറിയ പങ്കും ഇപ്പോ മയക്കുമരുന്നിനും തെറ്റായ പ്രവൃത്തികൾക്കും അടിമകളായി മാറിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇവരുടെ പെരുമാറ്റങ്ങൾ, ഇവരുടെ സ്വഭാവങ്ങളെല്ലാം വളരെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ഇപ്പൊ ആൺകുട്ടികളുടെ പലരുടെ അഭിപ്രായമുണ്ട്. കോളേജ് ക്യാമ്പസിലൊക്കെ നമ്മൾ അഭിപ്രായങ്ങൾ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അവര് പറയുന്നതാണ്, ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ടുപോകുന്ന, ആത്മീയതയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനും ഇത്തരം അവസ്ഥയിലേക്ക്
അറിയാതെ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ഇല്ല. ഞാനൊന്നും മദ്യത്തെ ഇതുവരെ രുചിച്ചു നോക്കിയിട്ടേ ഇല്ല. മദ്യത്തെയോ മയക്കുമരുന്നിനെയോ ഒന്നും രുചിച്ചു നോക്കിയിട്ടില്ല. എന്റെ മുമ്പിൽ എല്ലാം അവൈലബിളാ. കാരണം ഇവരുടെ കയ്യിൽ നിന്നൊക്കെ പിടിക്കുന്ന സാധനം മാതാപിതാക്കൾ എന്റെ അടുക്ക് കൊണ്ടുവരാറുണ്ട്. ഞാൻ കണ്ട് നോക്കിയതിന് ശേഷം നശിപ്പിക്കുക ചെയ്യാം. അപ്പൊ എനിക്കിതൊക്കെ രുചിച്ചു നോക്കാനുള്ള അവസരങ്ങളും ഉണ്ട്, സാഹചര്യങ്ങളുണ്ട്, ഫ്രീ ആയിട്ട് എത്തിക്കാനുള്ള ആളുകളുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യാതെ എന്നെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരേ ഒരു ശക്തി ആത്മീയതയാണ്. വേറൊന്നുമല്ല. എനിക്ക് മാനസികമായ ശക്തി എനിക്ക് വിശ്വാസമില്ല. കാരണം മനുഷ്യൻ ബലഹീനനാണ്. അവൻ ഏത് സന്ദർഭത്തിനോടും വഴങ്ങിപ്പോകും. പക്ഷെ ആ മനുഷ്യന് ബലം കൊടുക്കുന്നത് ദൈവമാണ്. അപ്പൊ അന്തിമമായിട്ട് നമുക്കത് പറയാനുള്ളത് ജീവിതം ലഹരിയാക്കുക, ലഹരി ജീവിതമാക്കുക, അല്ലേ? പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന പല കാര്യങ്ങളുണ്ട്. ചിലർ പറയും കഞ്ചാവ് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതല്ലേ. പ്രകൃതിയിൽ നിന്ന് നീ എന്തിനാ തിന്മ മാത്രം നോക്കുന്നേ? ഒരു തെങ്ങിൽ നിന്ന് തേങ്ങ കിട്ടും, തേങ്ങ വെള്ളം കിട്ടും, ചകിരി കിട്ടും, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടും. നീ എന്തിനാ കള്ള് മാത്രം നോക്കുന്നേ? അപ്പൊ അതുകൊണ്ട് ഏതിൽ നിന്ന് നന്മ കിട്ടുമോ സ്വീകരിക്കുക. അല്ലെ, അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കള്ള് എന്ന് പറയുന്നത് അതിനകത്ത് മനുഷ്യന് ആവശ്യമായ സാമഗ്രികള് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനമായ ഒരു സംഭവം. പക്ഷെ നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഉപേക്ഷിച്ചിട്ട് അല്ലേ? അതേപോലെ ഒരു പ്രോഡക്റ്റാ വിനാഗിരി. ആരെങ്കിലും വിനാഗിരി കുടിച്ചോണ്ടിരിക്കും. ഇത് സംഗതി എന്താ വെച്ചാൽ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള സാധനങ്ങളെ അതിന്റെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അല്ലാതെ അതിനെ നമ്മളുടെ ജീവിതത്തിന്റെ ഒരാവശ്യമായിട്ട് ലഹരിയായിട്ട് നമ്മൾ എടുക്കരുത്. യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ള ഒരേ ഒരു സെന്റൻസ് ഇതേ ഉള്ളൂ. നിങ്ങൾ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ, നിങ്ങളുടെ ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞ് അത് പൂർത്തീകരിക്കുന്ന ലഹരിയിലാകുക.